ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ സവാളേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം 2 വലുപ്പമുള്ള സവാള തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ ആവശ്യമുള്ളത്. ഇനി സവാള ഞാൻ അത്യാവശ്യം കനത്തിൽ തന്നെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സവാളേൻ്റെ ഓരോ ഇതളായിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മൾ ചേർക്കുന്ന പൊടികൾ അതിലേക്ക് നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സവാളയ്ക്കുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾ 3-4 സവാള എടുക്കുകയാണെങ്കിൽ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചൊരു പച്ചമുളകില്ലേ, അതും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നല്ല സ്പൈസായ മുളക് കൊണ്ട് ഞാൻ ഒന്നിനെ ചേർക്കണുള്ളൂ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും കളറായിട്ട്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് നല്ല സ്പൈസ് ആയതുകൊണ്ട് 1 ടീസ്പൂണേ ചേർക്കണുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉള്ളി ആക്കി വെച്ചതിലേക്ക് ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ഈ ഒരു സവാളയും കൊണ്ടുള്ള അച്ചാർ എന്നൊക്കെ നമുക്ക് പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കും ഒക്കെ ഇത് നല്ല മാച്ചാവും. ചോറിന് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഇപ്പോൾ കഴിക്കാൻ പറ്റൂല കേട്ടോ. ഒരു 2 ദിവസം ഇപ്പോൾ കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് നമുക്ക് 2 ദിവസം പിടിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിന് ഇതൊന്ന് എടുത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. തെറ്റാം.